PV അൻവറിനെതിരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉണ്ടായി. കാരണം PV അൻവർ സ്വന്തം നിലക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ്, പാർട്ടിയോടോ ഒന്നും സമ്മതം ചോദിക്കാതെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളിത് പാർട്ടിയോട് ചർച്ച ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തോട് ചർച്ച ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല, ഞാനത് ചർച്ച ചെയ്തിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അൻവറിനെ അൻവർ ആക്കിയത്, MLA ആക്കിയത് CPM ആണല്ലോ. അപ്പോൾ CPM ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന ചർച്ചയിൽ പിണറായി വിജയൻ ആണ് അൻവറിനെതിരെ ആഞ്ഞടിച്ചത്. അൻവർ പറയുന്നത് എൻ്റെ ഉപ്പാടെ സ്ഥാനമാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഉപ്പാടെ സ്ഥാനത്തുള്ള പിണറായി വിജയൻ പറഞ്ഞത് അൻവർ പറയണത് എന്താക്കണ്ട, കാര്യമായിട്ട് എടുക്കണ്ട, അത് പറയുന്ന രീതി ശരിയായിട്ടില്ല, അദ്ദേഹം പാർട്ടി അറിയിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈ സമ്മേളന കാലം, CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തുടങ്ങിയ ഘട്ടത്തിൽ ഉപ്പാക്കെന്തും പറയാലോ. ഉപ്പാക്കെന്തും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് മോന് ഇത്രയും വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ട്, അതും ADGP-ക്കെതിരൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇപ്പൊ അങ്ങനെ പറയണത് കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് മോനെ വഷളാക്കലല്ലേ. അല്ലെ, ആദ്യം തന്നെ ഇത് ചർച്ച ചെയ്യേണ്ടത് PV അൻവർ ആദ്യം തന്നെ അത് പിണറായി വിജയനായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. എനിക്കിങ്ങനൊക്കെ പറയാനുണ്ട്. ADGP അജിത് കുമാർ RSSകാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് സമ്മതിച്ചു. അപ്പോ RSS നേതാവിന്റെ കാറിലാണ് പോയത്. അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കൂടിയാലോചനയായിരുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മീറ്റിംഗ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോവിന്ദൻ മാഷ് ചോദിച്ചെന്താ അറിയോ പത്രക്കാരോട്, കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ചോദിക്കുന്നത്. ADGP RSSന്റെ നേതൃത്വവുമായി ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ, ആ സർക്കാരിലെ ADGP ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരു ADGP RSSന്റെ നേതാവിന് സ്വകാര്യ സന്ദർശനം നടത്തിയത് എന്തിനാ? അപ്പോ അത് ചോദിച്ചപ്പോ അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തിയതിൽ തെറ്റുണ്ടോ എന്നുള്ളത് അതിന് ശേഷം അതാണല്ലോ ആരോപണം. പ്രതിപക്ഷ നേതാവും PV അൻവറൊക്കെ ആരോപിക്കണം എന്താ, തൃശ്ശൂർ സീറ്റ് എങ്ങനെയെങ്കിലും BJPക്ക് കിട്ടുക എന്നുള്ളത്. അതാണല്ലോ പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന അജണ്ട. അതല്ലാതെ നന്ദകുമാർ പറഞ്ഞെന്താ, തൃശ്ശൂർ സീറ്റ്, ഒരു സീറ്റ് കേരളത്തിൽ കിട്ടണം, അത് കിട്ടാൻ വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റിനും CPM-ന്റെ ഔദ്യോഗിക കമ്മിറ്റി, അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സമിതി തയ്യാറാണ്. അപ്പൊ പിണറായി വിജയന്റെ ദല്ലാളായിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടാണ് ADGP അജിത് കുമാർ RSS നേതൃത്വത്തെ കണ്ടിട്ടുള്ളതാണ് പറയുന്നത്. അതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാവില്ലേ? സെറ്റിൽമെന്റ് ഉണ്ട്. അതാണ് പിണറായി വിജയന്റെ SNC ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ആ കേസ് ഇതുവരെ സുപ്രീം കോടതി എടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ ആ കേസ് വിചാരണക്ക് എടുക്കുകയാണെങ്കിൽ എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ വരും. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് 9 വർഷം, ഏകദേശം 8 വർഷം കഴിഞ്ഞു. അപ്പോൾ 9 വർഷം കഴിഞ്ഞു, ഇതുവരെ ആ കേസ് ഈ കാലയളവിൽ വരാത്ത കാരണം വെച്ചാൽ കേസും കോടതിയിൽ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു നിരീക്ഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. 2 മകളുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളുണ്ട്. വീണയെ കുറിച്ചിട്ടും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. BJP-യുടെ ഒരു കാരുണ്യത്തിലാണ് പിണറായി വിജയന്റെ നിലനിൽപ്പെന്നാണ് പൊതുവെ വിമർശിക്കപ്പെടുന്നത്. അതിനുള്ള പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. RSSനോടൊരു മൃദു സമീപനമാണ് CPM-ന് ഇപ്പോൾ ഉള്ളത്. അത് അവർ തമ്മിൽ ഉണ്ടാക്കിയൊരു ധാരണ. പക്ഷെ പറയുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ കാവലാളാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരിക്കലും CPM ന്യൂനപക്ഷത്തിന്റെ കാവലാളാവാൻ പാടില്ല. കാരണം അതൊരു ഹിന്ദു പാർട്ടിയാണ്, അതായത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് നിരക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ CPM ന്യൂനപക്ഷങ്ങളുടെ ഇതായിട്ട് വരുമ്പോഴാണ് എന്താണ് CPM-ന്റെ ഇത് നഷ്ടപ്പെടുന്നത്, പ്രസക്തി നഷ്ടപ്പെടുന്നത്. അത് വിമർശിക്കപ്പെടുന്നത്. അവിടെയാണ് BJPക്ക് ഗോളടിക്കാനുള്ള സ്പേസ് ഉണ്ടാകുന്നത്. സ്വന്തമായി പണ്ട് ലോക്സഭാ ഇലക്ഷന് ശേഷം CPM നയം മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ന്യൂനപക്ഷത്തിന്റെ വിഷയത്തിന്റെ മുസ്ലിങ്ങളുടെ കാര്യം മാത്രം ഫലസ്തീനൊക്കെ പറഞ്ഞ് വെറുതെ കാര്യം നടത്തിയിട്ട് അതിന്റെ വോട്ട് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ബെൽറ്റിൽ അവർക്ക് നല്ല വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസിന് ശേഷം CPM ഒരു മൃദു ഹിന്ദുത്വ നയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം ഇത്രകാലം മുസ്ലിം പക്ഷത്തിനോട് ഒരു അനുകൂല നിലപാട് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം എന്ന രീതിയിൽ എടുത്ത നിലപാടൊന്നും ഗുണം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പം മലപ്പുറത്തുള്ള MLA-മാരും മന്ത്രി അടക്കം പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അൻവറിന്റെ ഭാഗത്താണ് വീഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അൻവർ ഇത് CPM-നെ അറിയിക്കേണ്ടിയിരുന്നു. പക്ഷെ CPM-നെ അറിയിക്കുമ്പോൾ CPM എന്ത് ചെയ്യില്ല. അല്ല, അതിൽ അൻവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് പരാതി കൊടുത്തു, മുഖ്യമന്ത്രി അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കൊടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിലാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? P ശശിയാണ്. അപ്പൊ P ശശിയുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുക? അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം വിളിക്കുകയും കാര്യങ്ങളും ചെയ്തതെന്നാണ് പറഞ്ഞത്. അൻവർ പറഞ്ഞതാണ് കറക്റ്റ്. കാരണം പ്രത്യേകിച്ച് ഒരു നടപടി ആരെടുക്കാൻ പോകുന്നില്ല. രഹസ്യമായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് എന്ത് ചെയ്യും, പിണറായി വിജയൻ ഒതുക്കും. ഇപ്പൊ പിണറായി വിജയന്റെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. അൻവർ വളരെ തെളിവുകളോട്, അൻവർ പറഞ്ഞതിലൊക്കെ തെളിവുകളുണ്ട്, വളരെ വ്യക്തമായിട്ട് തെളിവുകളായിട്ടാണ് വരുന്നത്. ഈ RSSകാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ അൻവറാണല്ലോ പുറത്തുവിട്ടത്, അല്ലേ? സ്വാഭാവികമായിട്ട് സത്യം അംഗീകരിച്ചു ആര്,
ADGP പോലും അംഗീകരിച്ചു ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അൻവർ വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഇന്ന് ബോധ്യപ്പെട്ടു. യൂത്ത് ലീഗ് ഇതിന് ബന്ധപ്പെട്ട ഒരു സമരം നടത്തുന്നുണ്ട്. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം നടത്താനാണ് നമ്മുടെ പക്ഷേ ഇവരാരും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നോ ശശിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് വിമർശകർ പറയണത്. പി ശശിയെ കുറിച്ചും, അതായത് ഒരു പൊളിറ്റിക്കലി ഇപ്പൊ ഭരണം ഇടതുപക്ഷമാണ് ഭരിക്കണമെങ്കിൽ പോലും കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നല്ല ബുദ്ധിപരമായി നീങ്ങുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പിന്നെ ഇത് വലിയൊരു വിഷയമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അൻവർ ആരോപിക്കുന്നത്. കരിപ്പൂർ വഴി കോടാനുകോടി രൂപയുടെ സ്വർണം കടത്തുന്നുണ്ടെന്ന്. അതിലൊക്കെ ആരോപണ വിധേയരാവാന്ന് പറയുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം എതിർക്കാൻ പറ്റുമെന്നൊന്നുമില്ല. കാരണം ഈ അൻവർ കാടടച്ചോടി വെക്കണം, പ്രത്യേകിച്ച് കരിപ്പൂർ ഇത്രയധികം സ്വർണം കടത്തുന്നുണ്ട് ആ രീതിയിൽ. അപ്പൊ അതില് മുസ്ലിം ലീഗിന് പരിമിതി ഉണ്ട്. മുസ്ലിം ലീഗ് പിന്നെ നമ്മളതിൽ ആ ഘട്ടത്തിൽ വെച്ചാൽ കോൺഗ്രസ് പ്രതിപക്ഷമായിരിക്കണതിൽ വരേണ്ടത്. അത് നല്ല ലോക്ക് ചെയ്യാനുള്ള, അതായത് ADGP അജിത് കുമാറിന്റെ കയ്യിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ലോക്ക് ചെയ്യാനുള്ള എന്തോ ഒരു ആയുധം കയ്യിലുണ്ട്. അതായത് രഹസ്യമായ ഒരു സംഭവം ഉണ്ട്. അതാണ് അദ്ദേഹത്തോട് ഇത്രയും ഭയം ഉള്ളത്. സ്വാഭാവികമായിട്ടും അൻവറാണ് പ്രൂവ് ചെയ്യേണ്ടത്. അൻവറിനെ പാർട്ടി കൈവിട്ടിട്ടിരിക്കുന്നു. അൻവർ ഇനി എനിക്ക് തോന്നുന്നു അൻവറിന്റെ നീക്കങ്ങൾ കുറച്ചും കൂടി എന്തെങ്കിലും അഗ്രസീവ് ആയിരിക്കും, കുറച്ചും കൂടി അക്രമ ഉത്സുകത എന്ന് പറയില്ലേ, അതിലേക്ക് അൻവർ വരുമെന്നാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടും.